റിമാൻഡ് ചെയ്തറിഞ്ഞ് കോടതിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട പോക്സോ കേസ് പ്രതി പിടിയിലായി. ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ 2022 രജിസ്റ്റർ ചെയ്ത അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച പോക്സോ കേസിലെ പ്രതി മെരുവേലി ആയത്തിൽ സനു നിവാസിൽ സുനു സജീവിനാണ് 28 പത്തനംതിട്ട പോലീസിന്റെ പിടിയിലായത്. പത്തനംതിട്ട പോക്സോ കോടതിയിൽ നിന്നും കഴിഞ്ഞ മാസം 27 വാറണ്ട് ഇയാൾക്കെതിരെ ഉത്തരവായിരുന്നു. തുടർന്ന് ഇയാൾ കോടതിയിൽ ഹാജരായി. കോടതി റിമാൻഡ് ചെയ്തത് അറിഞ്ഞ് കോടതിയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ചൊവ്വാഴ്ച രാവിലെ 11 ഇയാളെ കൊടുമണ്ണിൽ നിന്നും പത്തനംതിട്ട ഡിവൈഎസ്പി എസ് ന്യൂമാന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ഇലവുംതിട്ട പോലീസിന് കൈമാറി. വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മുമ്പ് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ആലപ്പുഴ തെക്കേക്കര മാവേലിക്കര പോണകം ഉരളിശ്ശേരി വീട്ടിൽ ഉണ്ണി കാർത്തികൻ 26 ചേർന്ന് 2025 ജൂലൈ 25 ഓഗസ്റ്റ് 2 ഇലവുംതിട്ട മെഴുവേലി നെടിയകാലായിലുള്ള അനിൽകുമാറിന്റെ ഇന്നീവരം വീട്ടിൽ നിന്നും ഓട്ടുവിളക്കുകളും ഓട്ടുപാത്രങ്ങളും മോഷ്ടിച്ച കാര്യം വെളിപ്പെടുത്തി. മോഷണം നടത്തിക്കഴിഞ്ഞ് ഒളിവിൽ പോയി. ഇതിനിടെ ഉണ്ണിയെ ജില്ലയിലെ മറ്റൊരു സ്റ്റേഷനിലെ പോക്സോ കേസിലേക്ക് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിച്ചിരുന്നു. 4 രാവിലെ 11 സുനു സജീവിനെ കൊടുമണ്ണിൽ നിന്നും പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്ത് ഇലവുംതിട്ട പോലീസിന് കൈമാറുകയായിരുന്നു. വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മോഷണക്കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. മോഷണം നടന്ന വീടിന്റെ ഉടമസ്ഥൻ അനിൽകുമാറിന്റെ ഭാര്യ അമ്പിളിയുടെ മൂത്ത സഹോദരിയും പുലിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ചെങ്ങന്നൂർ പുലിയൂർ ഇലഞ്ഞിമേൽ വള്ളിക്കാവ് അമ്പലത്തിന് സമീപം പള്ളത്തു കിഴക്കേതിൽ ടി ശൈലജയുടെ മൊഴിപ്രകാരം 4 ഇലവുംതിട്ട പോലീസ് മോഷണത്തിന് കേസ് എടുത്തിരുന്നു. ഗ്രേഡ് SI ജി ഉണ്ണികൃഷ്ണനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഷ്ടാവ് കൊടുമണ്ണിൽ നിന്നും പിടിയിൽ ആയത്.